അനസേ, രാവിലെ മുതൽ നമ്മളെ വട്ടം കറക്കിയതിന് ഇവനെ നമുക്ക് അവിടെ ചെന്നിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങണം. വെള്ളം ചൂടാക്കാൻ അവരെ വിളിച്ചു പറഞ്ഞേക്ക്. വെള്ളം നല്ലോണം തിളക്കണമെന്നുകൂടി പറഞ്ഞേക്ക്. എങ്കിലേ ഇവൻ്റെ തൊലി നമുക്കിങ്ങ് ഉരിഞ്ഞെടുക്കാൻ കഴിയൂ. രാവിലെ മുതൽ മനുഷ്യൻ വട്ടായിട്ട് നിൽക്കുകയാണ്. എല്ലാം കൂടെ അവിടെ ചെന്നിട്ട് വേണം ഇവൻ്റെ ദേഹത്ത് തീർക്കാൻ. പോലീസ് വണ്ടിയുടെ ഡ്രൈവർ നോക്കി നേരെ പോലീസ് ക്ലബിലേക്ക് വിട്ട വേഗം. ശരി സർ. വണ്ടിയുടെ സ്പീഡോമീറ്ററിലെ സൂചി 80 നിന്ന് മുകളിലേക്ക് കുതിച്ചു. കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസ് ക്ലബിന് മുന്നിൽ പ്രതാപിന്റെയും സംഘത്തിന്റെയും ജീപ്പ് ബ്രേക്കിട്ട് നിന്നു. ഫ്രണ്ടിലെ ഡോറിലൂടെ പ്രതാപ് ഇറങ്ങി അകത്തേക്ക് പോയി. അനസേ, അവനെ ഇങ്ങ് ഇറക്കി റൂമിൽ കയറ്റിക്കോ. സൈഡിലെ ഡോറ് തുറന്ന് അനീഷ് ആദ്യം ഇറങ്ങി. പിറകെ കൂട്ടായി മനസ്സും പോലീസുകാരനും ഇറങ്ങി. അനസും അനീഷും കൂട്ടായിയുടെ 2 സൈഡിലായി നടന്ന് കൂട്ടായി അകത്തേക്ക് കയറ്റി. അകത്തേക്ക് ചെന്ന് ഇടത്തേക്കുള്ള ഇടനാഴിയിലൂടെ ചെന്ന് അതിന്റെ അവസാനമുള്ള റൂമിലേക്ക് അനസ് കൂട്ടായി പിറകിൽ നിന്ന് തള്ളി. അപ്രതീക്ഷിതമായ തള്ളിൽ കൂട്ടായി മുന്നോട്ടാഞ്ഞെങ്കിലും താഴെ വീഴാതെ ബാലൻസ് ചെയ്ത് നിന്നു. അപ്പോഴേക്കും പ്രതാപ് അങ്ങോട്ട് വന്നു. അനീഷേ, ഏതെങ്കിലും പോലീസുകാരനെ കൊണ്ട് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിപ്പിക്കേ. വിശന്നിട്ട് വയ്യ. ഇവനും എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക്. ശരി സർ. അനസേ, ഇവൻ പുറത്തേക്ക് പോകാതെ നോക്കണം. കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം കലാപരിപാടികൾ. ആദ്യം അവനെ മൊത്തം ഒന്ന് പരിശോധിച്ചേക്ക്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ വല്ലതും കാണിച്ചാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. ശരി സർ. കൂട്ടായിയെ പരിശോധിക്കാൻ അനസ് അകത്തേക്ക് കയറി. പുറത്തുനിന്ന് വന്ന ഒരു പോലീസുകാരൻ പ്രതാപിനെ സല്യൂട്ട് ചെയ്തു. എന്താടോ? സർ, ഒരു കാറുകാരൻ സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. അയാളോട് ഞാൻ സ്റ്റേഷനിലേക്ക് വരാനല്ലേ പറഞ്ഞത്. അയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? താൻ പൊക്കോ, ഞാൻ വരാമെന്ന് പറയും. പ്രതാപിനെ സല്യൂട്ട് ചെയ്ത ശേഷം പോലീസുകാരൻ തിരികെ പോയി. അനസേ, അവനെ ശരിക്കും പരിശോധിച്ച ശേഷം റൂം അടച്ച് താൻ വാ. ആ ഡ്രൈവറുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ ഒരു പോലീസുകാരനെ ഇവിടെ നിർത്തിയരേ. ശരി സർ. പുറത്തെ കസേരയിലിരുന്ന് സജിയുടെ അടുത്ത് ചെന്ന് ഞാൻ സ്റ്റേഷനിലേക്ക് വരാനല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ താൻ ഇങ്ങോട്ട് വന്നത്? അത് സാർ, ഞാൻ സാറിൻ്റെ വണ്ടിയുടെ പിറകെ പോകുന്നതാണ്. ഞാൻ കരുതി സാറ് സ്റ്റേഷനിലേക്കാണെന്ന്. അതാ ഇങ്ങനെ ചെയ്തത്. ഞാൻ സ്റ്റേഷനിൽ വരണമെങ്കിൽ അങ്ങോട്ട് വരാം. വേണ്ട, എന്തായാലും ഇവിടെ വരെ വന്നാലേ. ഒരു കാര്യം ചെയ്യ്. നേരത്തെ എൻ്റെ കൂടെ വന്ന ഒരു പോലീസുകാരൻ വരും. അയാൾ പറയുന്ന പേപ്പറിലൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ മതി. ഒപ്പിടുന്നതിന് മുന്നേ പേപ്പർ നന്നായിട്ട് വായിച്ചു നോക്കണം. പിന്നെ ചിലപ്പോൾ കോടതിയിൽ ഒന്ന് സാക്ഷി പറയേണ്ടി വരും. ഞാനത് പരമാവധി ഒഴിവാക്കാൻ നോക്കാം. സാർ, അത് ഒന്ന് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇയാൾ ആരാണെന്നോ എന്താണെന്നോ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടിയിൽ കയറ്റിയില്ലായിരുന്നു. ആ, അത് സാരമില്ല. ആ പേപ്പർ വായിച്ച് വെക്ക്, ഒപ്പിട്ടോളൂ. അപ്പം ശരി. ശരി സാർ. സാർ. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ പ്രതാപ് സജിയുടെ വിളി കേട്ട് വീണ്ടും തിരിഞ്ഞു നോക്കി. എന്താടോ? കയ്യിലിരുന്ന ബാഗ് പ്രതാപിന് നേരെ നീട്ടിക്കൊണ്ട്. സാർ, ഈ ബാഗ് അയാൾ വണ്ടി കയറിയപ്പോൾ കയ്യിലുണ്ടായിരുന്നാണ്. നേരത്തെ വെപ്രാളത്തിനിടയിൽ ഞാൻ പറയാൻ മറന്നുപോയി. ശരി, താങ്ക്സ്. പ്രതാപ് സജിയോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് അനീഷ് വിളിച്ചപ്പോൾ പ്രതാപ് അത് കഴിക്കാനായി പോയി. പ്രതാപ് പോയതിൻ്റെ പിറകെ അനസ് സജിയെ കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒപ്പ് മേടിച്ച് സജിയെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഭക്ഷണം കഴിക്കുന്ന പ്രതാപിൻ്റെയും അനീഷിൻ്റെയും അടുത്തേക്ക് ചെന്ന് അവർക്കൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു. ഒപ്പ് വാങ്ങിയോ അനസേ? ഓ സർ. അയാൾ പോയോ? പറഞ്ഞു വിട്ടു. എന്തൊക്കെയാടോ അതിൽ എഴുതി പിടിപ്പിച്ചത്? ഒന്നുമില്ല സർ. അദ്ദേഹത്തിന് കൂട്ടായി ആരാണെന്ന് അറിയാതെയാണ് വാഹനത്തിൽ കയറ്റിയത്. കൂട്ടായി പറഞ്ഞത് പ്രകാരം തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി പോലീസിന്റെ നിർദ്ദേശപ്രകാരം വാഹനം നിർത്തുകയും അതിൽ നിന്നും കൂട്ടായെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് അദ്ദേഹം സാക്ഷിയാണെന്നും. അത്ര പോരെ? മതി. പിന്നെ ആ കൂട്ടായെ പരിശോധിച്ചില്ലേ? ഓ സർ. ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ. മൊബൈൽ ഫോണൊന്നും കയ്യിലില്ല. പാൻസിന്റെ പോക്കറ്റിലുള്ള പേഴ്സിൽ 3 ATM കാർഡ്, 2 ക്രെഡിറ്റ് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, 5000 രൂപ ഇത്രയും ഉണ്ടായിരുന്നു. എല്ലാം എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്. റൂമിന് പുറത്ത് ആളെ നിർത്തിയിട്ടില്ലേ? ഓ സർ. ആ, പിന്നെ ആ സജി വന്നപ്പോൾ കൂട്ടായി കാറി കയറിയപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ് തന്നിട്ടുണ്ട്. താൻ അതൊന്നുകൂടി നോക്കണം. ശരി സാർ. ഓക്കെ. 2 ആളും വേഗം കഴിച്ച് എഴുന്നേൽക്ക്. കൂട്ടായി ചോദ്യം ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം ഇതിൻ്റെ പിന്നിൽ MLAയുടെ പങ്കറിയാനും ആ പുന്നാര മോനെ കസ്റ്റഡിയിലെടുക്കാനും. ഇന്നത്തോടെ നമുക്ക് ഈ കേസിനൊരു തീരുമാനം ഉണ്ടാക്കണം. 5 മിനിറ്റ് സാർ, ഇപ്പോൾ വരാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പ്രതാപ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കൈ കഴുകി റൂമിലേക്ക് പോയി. പോകുന്ന വഴി തിരിഞ്ഞു നിന്ന് അനീഷേ, അവന് കഴിക്കാൻ വല്ലതും കൊടുത്തോടോ? കൊടുത്തു സാർ. ഓക്കെ, വേഗം വാ. ശരി സാർ. ഭക്ഷണം കഴിച്ച ശേഷം അവർ കൂട്ടായി ചോദ്യം ചെയ്യാനായിട്ട് ഇറങ്ങി. അവർ ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇട്ടിരുന്ന കസേരയിലിരുന്ന് മുന്നിലെ മേശയിൽ തലവെച്ച് കിടക്കുന്ന കൂട്ടായിയാണ് കണ്ടത്. കൂട്ടായി മേശയിൽ നിന്ന് തലയുയർത്തി പ്രതാപിനെ നോക്കി.
കൂട്ടായി ഭക്ഷണം കഴിച്ചോ? അയാൾ തലയാട്ടി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായും സത്യസന്ധവുമായും മറുപടി പറഞ്ഞാൽ ഈ കലാപരിപാടി നമുക്ക് വേഗം അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടുപോകും. വെറുതെ കള്ളം പറഞ്ഞതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. തൻ്റെയും തൻ്റെ കൂടെയുള്ളവരുടെയും കൃത്യമായ വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എല്ലാ തെളിവുകളും സംഘടിപ്പിച്ച ശേഷമാണ് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട. പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായാൽ നീ വെറുതെ ഇടിയും കൊള്ളും, അവസാന സത്യം പറയേണ്ടിയും വരും. അപ്പോൾ ആദ്യമേ സത്യം പറയുന്നതാണ് നല്ലത്. എന്നാ പിന്നെ തുടങ്ങിയാലോ? സാർ എന്നെ എന്ത് വേണേ ചെയ്തോ, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, അത് ഓർത്താൽ മതി. നിനക്ക് ഹൃദയമൊക്കെ ഉണ്ടോടാ? പ്രതാപിൻ്റെ ചോദ്യം കേട്ട് കൂട്ടായി തല താഴ്ത്തി. അനസേ, ക്യാമറ ഓണാക്കിയോ? യെസ് സർ. അപ്പം തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, നീ എങ്ങോട്ടാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്? ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ഫ്ലൈറ്റിൽ ദുബായിലേക്ക്. ദുബായിൽ നിനക്ക് ആരോടാ ഉള്ളത്? എനിക്കവിടെ ബിസിനസ് ഉണ്ട്. എന്ത് ബിസിനസ്? കഫറ്റീരിയ. പുഴയക്കര ഗ്രാമത്തിൽ നിന്ന് വെറും ഒരു മത്സ്യത്തൊഴിലാളിയായി ജീവിതം തുടങ്ങിയ നീ എങ്ങനെയാണ് ഇത്ര വലിയ പണക്കാരനായത്? അച്ഛനും അമ്മയും മരിച്ച ശേഷം അവിടെ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 20ാമത്തെ വയസ്സിൽ നാട് വിട്ടു. നേരെ ചെന്നത് ബോംബെയിൽ, അവിടെ നിന്ന് കൽക്കട്ട, സൂററ്റ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കറങ്ങി പല പണികൾ ചെയ്തു. അവസാനം ബാംഗ്ലൂരിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ ദുബായിലുള്ള പാലക്കാട് കൈപ്പുറം സ്വദേശിയായ ഷാഫി കൈപ്പുറം എന്ന ആളെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് അവിടെ ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ ലുലു ഗ്രൂപ്പിനേക്കാളും വലിയ ബിസിനസ് ഗ്രൂപ്പായിരുന്നു അന്ന് അദ്ദേഹത്തിനവിടെ. അദ്ദേഹമാണ് എനിക്ക് ദുബായിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയിൽ ജോലി ശരിയാക്കി തന്നത്. വളരെ നല്ലൊരു മനുഷ്യസ്നേഹി. എന്നെ ഈ നിലയിലെത്താൻ ഒരുപാട് സഹായിച്ചത് അദ്ദേഹമാണ്. ആദ്യ 8 വർഷം ഞാൻ നാട്ടിലേക്ക് വരാതെ അവിടെ തന്നെ നിന്ന് സമ്പാദിച്ചു. അതിനുശേഷം അവിടെയുള്ള മറ്റൊരു മലയാളിയായ മുജീബ് എന്നയാളുമായി കഫറ്റീരിയ തുടങ്ങി. ഇപ്പം UAEയിൽ മാത്രം ഞങ്ങൾക്ക് 25 കഫറ്റീരിയകളുണ്ട്. ഞാൻ നാട്ടിൽ വരുമ്പോൾ മുജീബാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. യാദൃശ്ചികമായി പരിചയപ്പെട്ടതാണെങ്കിലും ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. പിന്നീട് നാട്ടിൽ വന്ന് ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇറങ്ങി. വലിയ സ്ഥലങ്ങൾ മൊത്തമായി എടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കൊടുക്കുക, സ്ഥലങ്ങൾ വാങ്ങി മറിച്ച് വിൽക്കുക, കാലി സ്ഥലം വാങ്ങി വീടുണ്ടാക്കി വിൽക്കുക തുടങ്ങിയ പരിപാടികളായിരുന്നു. കൂടാതെ മൂന്നാറിലും കോവളത്തും 2 റിസോർട്ടുകളുണ്ട്. ടൗണിലെ 2 ഷോപ്പിംഗ് കോംപ്ലക്സുകളും എൻ്റെയാണ്. ഇപ്പോൾ ടൗണിൽ പണി നടക്കുന്ന വലിയ മാൾ എൻ്റെയാണ്. നിന്റെ നാട്ടിൽ ഇപ്പോഴത്തെ പരിപാടികളിൽ നിന്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന മുജീബിനും പങ്കുണ്ടോ? ഇല്ല സാർ, അദ്ദേഹത്തിന് നാട്ടിൽ എൻ്റെ പരിപാടികളൊന്നും അറിയില്ല. നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് പരിപാടികളാണെന്ന് മാത്രമേ അറിയൂ. ഊടായ്പകൾ ഉണ്ടെന്നറിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം എന്നെ ഒഴിവാക്കുമെന്ന് എനിക്കറിയാം. ആദ്യപ്പോൾ നിന്നെ അറസ്റ്റ് ചെയ്ത വാർത്ത പത്രത്തിലൂടെ അറിഞ്ഞാൽ അയാൾ തന്നെ പുറത്താക്കും. അത് കേട്ടതോടെ കൂട്ടായിയുടെ മുഖം താഴേക്ക് കുനിഞ്ഞു. കൂട്ടായിയുടെ വീട്ടിലിറക്കേണ്ട? ഞാൻ പറഞ്ഞില്ല സാർ, എൻ്റെ അച്ഛനും അമ്മയും മരിച്ച ശേഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ആ ഗ്രാമത്തിൽ നിന്ന് പോയതിന് ശേഷം ആദ്യമായി നാട്ടിലേക്ക് എത്തിയത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴാണ് എനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിയത്. ഒറ്റയാനായിരുന്ന എനിക്ക് ആര് പെണ്ണ് തരാനാണ്? ആദ്യം ചെയ്തത് ആ ഗ്രാമത്തിൽ പോയി അവിടെയുള്ളവരുമായിട്ട് ബന്ധം പുനഃസ്ഥാപിച്ചു. അന്ന് ഞാൻ 6 മാസം നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഗൾഫിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് മുജീബായിരുന്നു. കുറേ വിവാഹാലോചനകൾ വന്നെങ്കിലും ഞാൻ ഒറ്റക്കാണെന്ന കാരണം കൊണ്ട് എല്ലാം മുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് നെയ്യാറ്റിൻകരയിലുള്ള അഖില എന്ന യുവതിയുടെ ആലോചന വരുന്നത്. എനിക്കാരുമില്ല എന്നത് അവർക്കൊരു വിഷയമായിരുന്നില്ല. അങ്ങനെ ആ വിവാഹം നടന്നു. വിവാഹം നടന്ന ശേഷമാണ് ഞാൻ ടൗണിൽ പുതിയ വീടുണ്ടാക്കി അവിടേക്ക് താമസം മാറിയത്. 3 മക്കളാണ് സാർ എനിക്കുള്ളത്. അവരെന്താ ചെയ്യുന്നേ? മൂത്തയാൾ 9-ൽ, രണ്ടാമത്തെ ആൾ 5-ലും, മൂന്നാമത്തെ ആൾക്ക് 4 വയസ്സുമാണ് പ്രായം. നീ എന്തിനാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്? നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട്. ഞങ്ങളെന്തിനാണ് നിന്നെ അറസ്റ്റ് ചെയ്യുന്നേ? സാർ, ഫെമിനെയും ഐഷയും അറസ്റ്റ് ചെയ്തത് ഞാൻ അറിഞ്ഞിരുന്നു. എങ്ങനെ? പ്രതാപ് ആ ചോദ്യം ചോദിച്ച ഉടനെ പ്രതാപിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത ശേഷം സ്ക്രീനിൽ നോക്കിയപ്പോൾ SP ആണ് വിളിക്കുന്നത്.
അനീഷേ, ഇവനൊന്ന് നോക്കിയോ. SP ആണ് വിളിക്കുന്നത്. ഞാൻ സംസാരിച്ചിട്ട് ഉടനെ വരാം. ബാക്കി നമുക്ക് ഞാൻ വന്നിട്ട് ചോദിക്കാം. ശരി സാർ. കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പ്രതാപ് പുറത്തേക്ക് നടന്നു. ഹലോ സാർ. താനിപ്പോൾ എവിടെയാടോ? ഞാൻ പോലീസ് ക്ലബിലുണ്ട് സാർ. കൂട്ടായി ചോദ്യം ചെയ്യാണ്. എന്താണ് സാർ? എന്തായാലും എൻ്റെ ചോദ്യം ചെയ്യല് കഴിഞ്ഞോ? ഇല്ല സാർ, തുടങ്ങിയിട്ടുള്ളൂ. എടോ, ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിനാണ്. എന്താ സാർ? കുറച്ച് മുന്നേ CM ആമിന മാഡം വിളിച്ചിരുന്നു. തന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. താൻ ഉടനെ ഇങ്ങോട്ട് വാ. മാഡം ഇപ്പോൾ റെസ്റ്റ് ഹൗസിലെത്തും. സാർ, ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാ വരിക? ഇത് പൂർത്തിയാക്കണ്ടേ? താൻ ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്. എന്നെ DGP അനിൽ സാറും വിളിച്ചിരുന്നു. സാറ് പറഞ്ഞത് CM നല്ല ചൂടിലാണെന്നാണ്. എന്താ കാര്യമൊന്ന് സാറ് പറഞ്ഞിരുന്നോ? ഇല്ലടോ, ചിലപ്പോൾ കേസന്വേഷണത്തിന് പുരോഗതി അറിയാനായിരിക്കും. എല്ലാം ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ, അത് സാറിനങ്ങ് പറഞ്ഞാൽ പോരെ? ഞാൻ പറയുന്നത് താൻ അങ്ങോട്ട് കേട്ടാൽ മതി. 1/2 മണിക്കൂറിനുള്ളിൽ താൻ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ? ഓക്കെ സാർ. ഫോൺ കട്ടാക്കിയ പ്രതാപ് കൂട്ടായി ചോദ്യം ചെയ്യുന്ന റൂമിലേക്ക് ചെന്നു. നടന്നു വരുന്ന പ്രതാപിനെ കണ്ട അനീഷ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അവർക്കരികിലെത്തിയ പ്രതാപ് കൂട്ടായിയെ നോക്കി. അനീഷേ, ഇവനെ നോക്കിക്കോ. എനിക്ക് അത്യാവശ്യമായിട്ട് SP ഓഫീസിൽ പോകണം. ബാക്കി ഞാൻ തിരിച്ചു വന്നിട്ട് ചോദിക്കാം. ഞങ്ങൾ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമെന്നുള്ളത് നീ എങ്ങനെ അറിഞ്ഞെന്നുള്ളതും നിന്റെ ബാക്കി ചരിത്രവും എല്ലാം ഞാൻ തിരിച്ചു വന്നിട്ട് നിന്നെ കൊണ്ട് പറയിക്കാം. എന്തുപറ്റി സാർ പെട്ടെന്ന് SP ഓഫീസിൽ പോകുന്നത്? അറിയില്ലടോ, CM റെസ്റ്റ് ഹൗസിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഉടനെ എന്നെ കാണണമെന്ന്. അതിന് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയാനാണ് SP വിളിച്ചത്. നിങ്ങളിവനെ നോക്കിക്കോ, ഞാൻ വേഗം പോയിട്ട് വരാം. CMനെ കാണാനാണ് പ്രതാപ് പോകുന്നതെന്ന് കേട്ടതോടെ കൂട്ടായിയുടെ മുഖത്ത് ആശ്വാസവും ചുണ്ടിലൊരു ഗൂഢസ്മിതവും തെളിഞ്ഞു.